വെൽക്കം ടു കേരള സ്പൈസസ് കിച്ചൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു മുട്ടക്കറി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയായ ഈ മുട്ടക്കറി റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മുട്ടക്കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു കടായി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട എന്നിവയാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. പെരിഞ്ജീരകവും ഏലക്കയും ഗ്രാമ്പുവും എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 300 ഗ്രാമോളം വരും. ഇനി സവാള നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത സവാള ചേർത്ത് ഉണ്ടാക്കുന്ന മുട്ടക്കറിക്ക് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഉണ്ടാക്കുന്ന മുട്ടക്കറിയിൽ സവാള എപ്പോഴും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് സവാള നന്നായി വഴറ്റി കൊടുക്കും. ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വഴറ്റി കൊടുത്താൽ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാള ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമായ മസാലപ്പൊടികൾ കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടി വളരെ ഈസിയായി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവസാനമായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ നന്നായി പച്ചമണമെല്ലാം മാറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും സവാള അരിഞ്ഞതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ നിങ്ങളുണ്ടാക്കുന്ന മുട്ടക്കറിക്ക് കുറച്ചുകൂടി കട്ടി കൂടുതൽ ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ട് നിങ്ങളിപ്പോഴും ഇത് തക്കാളിയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ്. ഞാനിവിടെ 2 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് ഒരു 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ മൂടി തുറന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ മുട്ടക്കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്കൊരു ലൈക്ക് കൂടി ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.